ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും 4 ദിവസത്തെ സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഇന്ത്യയിലെത്തുകയാണ്. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്ന റൂബിയോ വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ തുടർ സഹകരണം ചർച്ച ചെയ്യും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ക്വാഡ് സംഘങ്ങളുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. അൻസു എൽസ സന്തോഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അൻസു, അപ്പോൾ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ദില്ലി എന്നീ നഗരങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും ഇദ്ദേഹത്തിന്റെ മടക്കമെന്ന് അറിയുന്നുണ്ട്. ആരെയൊക്കെ കാണും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക? ഷിഹാസ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചിരിക്കുന്നു. വളരെയധികം എക്സൈറ്റഡ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് എന്നുകൂടി പറയുന്നു. ഒപ്പം അമേരിക്കയുടെ വിജയത്തിലേക്ക് ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആദ്യമായാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. 4 ദിവസത്തെ സന്ദർശനമാണ്. 26-ാം തീയതിയാണ് തിരിച്ചു പോവുക. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി അടക്കം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ തുടർ സഹകരണം ചർച്ചയാക്കാൻ കൂടിയാണ് വരുന്നത്. ഒപ്പം ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ എന്നീ നഗരങ്ങളിൽ കൂടി റൂബിയോ സന്ദർശനം നടത്തുന്നുണ്ട്. ഒപ്പം ക്വാഡിൻ്റെ സമ്മേളനത്തിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അധികാരമേറ്റ് 1.5 വർഷം പിന്നിടുമ്പോഴാണ് മാർക്കോ റൂബിയോ ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഒപ്പം വിദേശകാര്യമന്ത്രിമാരുമായി, നാറ്റോയിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി തിരിച്ചിരിക്കുന്നത്. ദില്ലിയിലെത്തുന്ന റൂബിയോ ക്വാഡ് സംഘങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് US എംബസി അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെയും ജപ്പാനിലെയും വിദേശകാര്യമന്ത്രിമാർ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ള ഈ ആഗോള വെല്ലുവിളികളെല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകും. മെയ് 26-നാണ് ക്വാഡ് സംഘങ്ങളുടെ യോഗം നടക്കുക. ഷിയാസ്.